എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. NMMS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം? ഉത്തരം നൈട്രജൻ. സസ്യങ്ങൾ നൈട്രജൻ ഉപയോഗിക്കുന്നതിൽ? ഉത്തരം വളർച്ചയ്ക്ക്. എന്താണ് ക്യോട്ടോ പ്രോട്ടോകോൾ? ഉത്തരം ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നവ. ഘനീകരണ മർമ്മം എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ? ഉത്തരം പൊടിപടലങ്ങൾ. ഭൂമിയെ 2 അർദ്ധഗോളങ്ങളായി വിഭജിക്കുന്ന അക്ഷാംശ രേഖ? ഉത്തരം ഭൂമധ്യരേഖ. സൂര്യരശ്മികൾ ഭൂമിയിൽ എത്തുന്ന പ്രക്രിയ? ഉത്തരം സൗരതാപനം. അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി 1893 വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം അയ്യങ്കാളി. ചോർച്ച സിദ്ധാന്തം ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ദാദാഭായ് നവറോജി. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല, എന്നാൽ മനുഷ്യൻ്റെ ദുരിതങ്ങൾ എനിക്കറിയാം. ഇങ്ങനെ അഭിപ്രായപ്പെട്ട മഹാൻ? ഉത്തരം ശ്രീബുദ്ധൻ. പ്രാചീന ഗ്രീസിലെ മാസിഡോണിയയിലെ ഭരണാധികാരിയായിരുന്ന അലക്സാണ്ടറുടെ പ്രശസ്തനായ ഗുരു ആര്? ഉത്തരം അരിസ്റ്റോട്ടിൽ. സഹാറ മരുഭൂമി സ്ഥിതി ചെയ്യുന്ന വൻകര ഏതാണ്? ഉത്തരം ആഫ്രിക്ക. അശോകൻ്റെ ശാസനങ്ങളിൽ ഭൂരിഭാഗവും എഴുതപ്പെട്ടത് ഏത് ലിപിയിലാണ്? ഉത്തരം ബ്രഹ്മി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്? ഉത്തരം കോശവിജ്ഞാനീയം അല്ലെങ്കിൽ സെൽ ബയോളജി. പ്രോകാരിയോട്ടുകളിലും യൂകാരിയോട്ടുകളിലും പൊതുവായി കാണപ്പെടുന്ന കോശാംഗം? ഉത്തരം റൈബോസോം. കപടപാദങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്ന ജീവിയാണ്? ഉത്തരം അമീബ. പാലിൻ്റെ ശുദ്ധത അളക്കുന്ന ഉപകരണം? ഉത്തരം ലാക്ടോമീറ്റർ. ബീറ്റ്റൂട്ടിന് നിറം നൽകുന്ന വർണ്ണകം? ഉത്തരം ആന്തോസയാനിൻ. ഒരേ വർഗത്തിൽപ്പെട്ട 2 സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ചു ചേർത്ത് ഗുണമേന്മയുള്ള സസ്യങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രീതി? ഉത്തരം കൊമ്പ് ഒട്ടിക്കൽ. അസ്ഥിയും തരുണാസ്ഥിയും ഉൾപ്പെടുന്ന കല? ഉത്തരം യോജക കല. ലീലാവതി എന്ന ഗണിതശാസ്ത്ര ഗ്രന്ഥം രചിച്ചതാര്?
ഉത്തരം ഭാസ്കരാചാര്യൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഏത് കാലയളവിലായിരുന്നു? ഉത്തരം 1951-52 കാലഘട്ടം. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് എവിടെ മുതലാണ്? ഉത്തരം ബേപ്പൂർ. അക്ബർ ചക്രവർത്തി സ്ഥാപിച്ച മതം? ഉത്തരം ദിൻ ഇലാഹി. സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി രാജ്യത്ത് ആരംഭിച്ചത് എപ്പോഴാണ്? ഉത്തരം 2018. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ ആരാണ്? ഉത്തരം വേലുത്തമ്പി ദളവ. ഇന്ത്യൻ സതി സമ്പ്രദായം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആര്? ഉത്തരം വില്യം ബെന്റിക്. കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മണ്ണുത്തി. നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന രാസവസ്തു? ഉത്തരം ടെഫ്ലോൺ. ജലത്തിൻ്റെ സ്ഥിര കാഠിന്യം നീക്കം ചെയ്യാൻ ചേർക്കുന്ന രാസവസ്തു? ഉത്തരം സോഡിയം കാർബണേറ്റ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴ്ന്ന കോടതി ഏതാണ്? ഉത്തരം മുൻസിഫ് കോടതി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ലോക്സഭാ സ്പീക്കർ? ഉത്തരം ഓം ബിർള. ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാജ്യസഭാ അധ്യക്ഷൻ? ഉത്തരം വെങ്കയ്യ നായിഡു. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിലെ പരമാവധി കാലയളവ്? ഉത്തരം 6 മാസം.